വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ വീറുറ്റ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് നേമം. BJP ഏറ്റവും അധികം വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലം. ആ നേമം നിയോജക മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് വരേണ്ടത്. 2016 BJP കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച മണ്ഡലം. അന്ന് 8000-ലധികം വോട്ടുകൾക്ക് O രാജഗോപാൽ എന്ന BJPയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് അട്ടിമറി വിജയം നേടിയ നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വളരെ കുറച്ച് വോട്ടുകൾക്കാണ് BJP കാലിടറിയത്. കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ നേതാവ് 3900 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടത്. എന്നാൽ 2021 രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ മൊത്തത്തിൽ CPMന് അനുകൂലമായ, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു. അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടായി. എന്നിട്ട് പോലും വെറും 3900 വോട്ടുകൾ മാത്രമേ ഭൂരിപക്ഷം നേടാൻ CPMലെ മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്ന വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞുള്ളൂ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 2016 കേവലം 13000-ലധികം വോട്ടുകൾ മാത്രമായിരുന്നു UDF സ്ഥാനാർത്ഥി നേടിയത്. അന്ന് UDF തങ്ങളുടെ സീറ്റ്, നേമത്തെ സീറ്റ് ഘടകകക്ഷിക്ക് നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ 2021 ആയപ്പോഴേക്കും അവിടേക്ക് എത്തിയത് K മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ സ്റ്റാർ കാൻഡിഡേറ്റായ K മുരളീധരനെ രംഗത്തിറക്കിയത് അവിടെ വിജയം ഉറപ്പിക്കാനാണ്. എന്നാൽ അത് CPMും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്നുള്ള ആക്ഷേപം BJP പിന്നീട് ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും 13000 എന്ന വോട്ട് 36,000-ലേക്ക് വർദ്ധിപ്പിക്കാൻ K മുരളീധരന് കഴിഞ്ഞു. അതിൻ്റെ ഫലമോ കേവലം 3900 വോട്ടുകൾക്ക് BJP പരാജയപ്പെട്ടു. BJPക്ക് ലഭിക്കുമായിരുന്ന കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ, അതുപോലെ തന്നെ BJPക്ക് ലഭിക്കുമായിരുന്ന കുറേ നിഷ്പക്ഷ വോട്ടുകളൊക്കെ തന്നെ K മുരളീധരൻ സമാഹരിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റൊരു ചാവേറിനെ രംഗത്തിറക്കി നേമത്ത് പിടിക്കാനും അല്ലെങ്കിൽ നേമത്തെ CPMൻ്റെ വിജയം ഉറപ്പിക്കാനുമുള്ള ചില ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ശബരിനാഥൻ തിരുവനന്തപുരത്ത് മേയറാകുമെന്ന് പറഞ്ഞ് മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന ശബരിനാഥനെയാണ് നേമത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നുള്ള സൂചനകൾ വരുന്നു. നേമത്ത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ കോൺഗ്രസ്സിന് മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ ശബരിനാഥനിലേക്ക് കാര്യങ്ങൾ കിടക്കുകയാണ്. ശബരിനാഥനോട് നേമം മത്സരിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. നേമത്ത് പരാജയം സംഭവിച്ചാൽ തിരുവനന്തപുരം DCC പ്രസിഡന്റിൻ്റെ ചുമതല ശബരിനാഥന് നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം എന്നറിയുന്നു. KS ശബരിനാഥനെ നേമം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. നേരത്തെ K മുരളീധരനോട് വീണ്ടും നേമത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു K മുരളീധരൻ. വട്ടിയൂർക്കാവിൽ തൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വട്ടിയൂർക്കാവിൽ വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ K മുരളീധരൻ ഒരുങ്ങുന്നത്. അതേസമയം VS ശിവകുമാറിനോട് നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പിന്നീട് പാർട്ടി നിർദ്ദേശിച്ചു എന്നാണ് സൂചന. എന്നാൽ VS ശിവകുമാറും നേമത്ത് മത്സരിക്കാൻ തയ്യാറായില്ല. കാരണം നേമത്ത് ചെന്ന് ഒരു ചാവേറാകാൻ ഇല്ല എന്ന് തന്നെയാണ് VS ശിവകുമാർ അടക്കം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. പിന്നീട് രമേശ് ചെന്നിത്തല മത്സരിക്കണമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ ചില കോണുകളിൽ നിന്ന് വന്നു. അങ്ങനെയെങ്കിൽ ഞാനെന്തിന് മത്സരിക്കണം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം ചെന്നിത്തല പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ അഭിപ്രായപ്പെട്ടു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. VD സതീശനും ആ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. കാരണം ഇവർക്കൊന്നും തന്നെ സേഫ് സീറ്റല്ല നേമമെന്ന് കൃത്യമായി അറിയാം. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലം. അവിടെ കോൺഗ്രസ്സിന് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഉള്ളൂ. K മുരളീധരനെ പോലെ ഒരു ക്രൗഡ് പുള്ളറിന് 36,000 വോട്ടുകൾ മാത്രമേ അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ മറ്റേതൊരു സ്ഥാനാർത്ഥി വന്ന് നിന്നാലും, അതിന് സാക്ഷാൽ AK ആൻ്റണി അല്ല, ഇനി KC വേണുഗോപാൽ അല്ല, രമേശ് ചെന്നിത്തല വന്നു നിന്നാലും അതിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമേ നേമത്ത് സമാഹരിക്കാൻ കഴിയൂ എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഇത്തവണ CPM സ്ഥാനാർത്ഥിയായി വീണ്ടും വി ശിവൻകുട്ടി തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം ശിവൻകുട്ടി അല്ലാതെ മറ്റൊരാളോട് മത്സരിച്ചാൽ
ഒരു മത്സരത്തിൻ്റെ പ്രതീതി പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ. കാരണം അത്രത്തോളം പ്രചരണത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു BJP. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. RSSൻ്റെ കൃത്യമായ ഗ്രൗണ്ട് വർക്ക് നേമത്ത് ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പരമാവധി വോട്ടർമാരെ കാണാനുള്ള നീക്കങ്ങൾ പ്രാദേശിക നേതാക്കന്മാർ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ലീഡ് തിരുവനന്തപുരത്ത് ലഭിച്ച മണ്ഡലങ്ങളിലൊന്നാണ് നേമം മണ്ഡലം. അതുകൊണ്ട് തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് വലിയ സൗഹൃദ വലയങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതവണ അവിടെ മണ്ഡലത്തിൽ സജീവമായതാണ്, പല ഇടങ്ങളിലും പ്രസംഗിച്ചിട്ടുള്ളതാണ്, പല പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നിയമമണ്ഡലം ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിന് സുപരിചിതമാണ്. ആ നേമം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ആ ചെറിയ തോൽവിയേക്കാളുപരി ഒ രാജഗോപാൽ 2016 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 10,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ നേമത്ത് വിജയിക്കുമെന്ന് ഏറെക്കുറെ CPM-ഉം കോൺഗ്രസും തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ നിയമം കൈയൊഴിഞ്ഞപ്പോൾ KS ശബരിനാഥൻ എന്ന ചെറുപ്പക്കാരനെ ചാവേറാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം. അതേസമയം ശിവൻകുട്ടിയും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ശിവൻകുട്ടിയും ചെറിയ ചെറിയ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, കുടുംബ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ശിവൻകുട്ടിയുടെ അനാരോഗ്യം ശിവൻകുട്ടിക്ക് ഒരു തിരിച്ചടിയാണ്. ശിവൻകുട്ടി മത്സരിക്കാനില്ല എന്ന് ഒരു വട്ടം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റുകളെല്ലാം തന്നെ കൈവിട്ടു പോകുമെന്നുള്ള ഭയം CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA ആയ ശിവൻകുട്ടിയോട് ഒരിക്കൽ കൂടി മത്സരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയാണ്. എന്തായാലും നേമത്ത് ശക്തമായ ത്രികോണ മത്സരമില്ല, നേമത്ത് നേർക്കുള്ള മത്സരമാണ്. BJP-യും CPM-ഉം തമ്മിലാണ് നേമത്തെ മത്സരം. എന്തായാലും കോൺഗ്രസ് ഒരു ചാവേറിന് രംഗത്തിറങ്ങിയിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കഴിഞ്ഞ തവണ ചേർന്ന് നടത്തിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലാണ് കഴിഞ്ഞ തവണ BJP-ക്ക് നേമത്ത് കാലിടറിയതെങ്കിൽ ഇത്തവണ നേമം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അവർ കൃത്യമായി തന്നെ തങ്ങളുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നേമത്ത് BJP വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ.